കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കൊലപാതകം അല്പം കോംപ്ലിക്കേഷൻ നിറഞ്ഞതായിട്ട് എനിക്കിപ്പം തോന്നി തുടങ്ങി. കാരണം അതിനകത്ത് മോട്ടീവ് ഉള്ളത് ആ വീട്ടിലെ ജോലിക്ക് നിന്ന ആസാൻകാരൻ, അയാളെ ആണ് ഒരു സംശയം, അമിത് എന്നാണെന്നോ അയാളുടെ പേരെന്ന് തോന്നുന്നു. അയാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ കേസിനകത്ത് സ്വല്പം ദുരൂഹത വർദ്ധിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വിജയകുമാറിനും ഭാര്യയ്ക്കും അവരുടെ ഒരു മകൻ ഗൗതവ് എന്ന ബിടെക്കുകാരൻ 7 വർഷം മുമ്പ് മരണപ്പെട്ടു. ആ മരണം സംഭവിച്ചത് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്നാണ് ലോക്കൽ പോലീസും അന്നത്തെ ക്രൈം ബ്രാഞ്ചും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞത്. കാരണം ഗൗതവ് കോട്ടയത്തെ കാരിത്താസിനടുത്തുള്ള റെയിൽവേ ട്രാക്കിലാണ് മരിച്ചു കിടക്കുന്നത്. ട്രെയിൻ ഇടിച്ച് മരിച്ചതാണ്. അങ്ങനെയാണ് അതിൻ്റെ എവിഡൻസ് കിടക്കുന്നത്. പക്ഷേ ഗൗതവിൻ്റെ കാറ് ഏകദേശം 200-210 മീറ്റർ അകലെ കാറ് കിടപ്പുണ്ട്. കാറിൻ്റെ മുൻ സീറ്റിലും പിൻ സീറ്റിലും നിറയെ ബ്ലഡാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ചതായ ഒരു കത്തി ആ കാറിൽ കിടപ്പുണ്ട്. പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആണ്. മുൻവശത്തെ സീറ്റിലും പിൻവശത്തിൽ അമിതമായ ധാരാളം രക്തം അവിടെ ഊർന്ന് വീണിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയും രക്തം പോയ വ്യക്തി 2 കുത്തുകൾ, 5-6 കുത്തുകൾ ദേഹത്തുണ്ട്. സ്വയം കുത്തിയതാന്ന് പറയുന്നത് 2 ഫെയ്റ്റിലാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സൂയിസൈഡായിട്ട് എഴുതി തള്ളിയതിനെതിരായി വിജയകുമാർ ഹൈക്കോടതിയിൽ പോയി. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അസിഫ് അലി ആയിരുന്നു അദ്ദേഹത്തിന്റെ വക്കീല്. എന്തായാലും കോടതിയിൽ ഈ സംശയം മുഴുവൻ പറഞ്ഞു. കോടതിയിലുള്ള കൗസർ എടപ്പാളത്ത് ജസ്റ്റിസ്, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ ജഡ്ജി ആയതിന് അന്ന് മുതൽ എനിക്കറിയാം. ക്രിമിനൽ നോളജ് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ നല്ല നോളജും പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നും എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നല്ല ബോധ്യമുള്ള ഒരു ജസ്റ്റിസാണ്. അപ്പം അദ്ദേഹം ആണ് അത് പരിഗണിച്ചത്. അദ്ദേഹം 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞു. ഒന്ന്, 5-6 മുറിവ് സ്വയം കുത്തി എന്ന് പറയുന്ന ആ കുത്തിലെ 2 ഫെയ്റ്റിലാണ്. അത്രയും ഫെയ്റ്റിലായ കുത്തേറ്റ ഒരാൾക്ക് 200-250 മീറ്റർ അകലെയുള്ള റെയിൽവേ ട്രാക്ക് അവിടെ വരെ നടക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സെപ്ഷൻ. അതെന്തായാലും അദ്ദേഹം ഡീപ്പായിട്ട് അത് പഠിച്ചിട്ടാണ് ആ ജഡ്ജ്മെന്റ് CBIക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഓർഡർ ഇട്ടു. CBI കഴിഞ്ഞ മാസം അത് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അന്വേഷണം തുടങ്ങി. തൻ്റെ മകൻ്റെ മരണത്തിന് സംശയമുണ്ട് എന്ന് ആ പിതാവ് വിജയകുമാറും ഭാര്യയും സംശയിക്കുന്നുണ്ട്. ആരാണെന്ന് അവർക്കറിയില്ല. എന്താണ് മകൻ, കാരണം ബിടെക്കുകാരനാണ്, സാമ്പത്തികമുണ്ട്, ട്രിവാൻഡ്രത്ത് എവിടെ കുറച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നിരാശപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഒരു നിർമ്മല ഹോസ്പിറ്റലില് അത് നിർത്തിക്കഴിഞ്ഞപ്പം ആ ഹോസ്പിറ്റല് ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ച് ആ പഴയ കെട്ടിടമെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടമാണ് വെച്ചിരിക്കുന്നത്. വലിയ കോമ്പൗണ്ട് പോലും അവിടെ ഒന്നും ആർക്കും കയറാൻ കഴിയില്ല. ഗേറ്റും വാതിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ്. കൂടുതൽ അധികം ഏരിയ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോ ഒക്കെ നോക്കി കഴിയുമ്പം വളരെ ബൃഹത്തായ ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകള് ഡോക്ടറാണ്, MBBS കാരിയാണ്, അമേരിക്കയിലാണ്. ഇളയ മകനാണ് ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സ് ആ വീടിനടുത്തൊക്കെ തന്നെ 2 പേര് വിജയകുമാറിന്റെ സിസ്റ്റർ താമസിക്കുന്നുണ്ട്. സൗമ്യനായ മനുഷ്യനാണ് എന്ന് അവിടുത്തെ മുൻ ഒരു കൗൺസിലർ ഷിൻഡോ പറയുന്നു.
ശരിയാണ്, ആരോടും വൈരാഗ്യമില്ല, സാമ്പത്തികമുണ്ട്, ഒരു മനുഷ്യനോടും മോശമായി പെരുമാറില്ല, നല്ല പെരുമാറ്റം. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരിക്കുന്നത്? അതിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. ആ വീടിന്റെ മുൻവശത്ത് ജനലിനോട് ചേർന്ന് ഒരു ട്രില്ലർ ഉപയോഗിച്ചിട്ട് അവിടെ തുളച്ചിട്ടാണ് തുറന്നതെന്ന് വന്നിട്ടുണ്ട്. എന്താണ് അങ്ങനെ തുളയ്ക്കാൻ കാരണം? വ്യക്തതയില്ല. അദ്ദേഹം ആ വാതിലിന്റെ താഴത്തെ നിലയിലെ വാതിലിന്റെ മുമ്പിൽ തന്നെയാണ് മരിച്ചു കിടക്കുന്നത്. ദേഹത്ത് വസ്ത്രങ്ങളൊന്നുമില്ല, നഗ്നനായിട്ടാണ് കിടക്കുന്നത്. താഴത്തെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള ബെഡ്റൂമിലാണ് ഭാര്യ മീര മരിച്ചു കിടക്കുന്നത്. അവർക്കും വസ്ത്രമൊന്നും തന്നെ ഇല്ല. രണ്ടുപേരുടെയും വസ്ത്രങ്ങളില്ലാതെയാണ് അവർ മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത്. തല രണ്ടുപേരുടെയും തലയ്ക്കും കഴുത്തിലും കോടാലി കൊണ്ടുള്ള വെട്ടും അടിയും ലഭിച്ചിട്ടുണ്ട്. മുഖം അടിച്ച് വികൃതമാക്കി ചപ്പിയാണ് കാണുന്നത്. അത് എന്താണ് അങ്ങനെ ഒരു കൊലപാതകം നടത്താനായിട്ടുള്ള കാരണം? മോട്ടീവ് എന്താണ്? അപ്പൊ അവിടെ നിന്ന ഒരു ആസാംകാരൻ, അയാള് അമിത് എന്നാണ് പേര്. അയാൾ 50, 52, 55 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, 50, 52 വയസ്സുണ്ട്. അയാളും ആ വീടിനകത്ത് തന്നെ ഒരു മുറിയിലായിരുന്നു താമസിച്ചെന്ന് പറയുന്നുണ്ട്. ആ ആളെ സംശയിക്കുന്നുണ്ട്. അതിന്റെ കാരണം, അയാള് വീട്ടിലെ ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയോ എന്ന് ചെയ്തപ്പോൾ അതിന് പോലീസ് ഒരു പരാതി കൊടുത്തു. അതിനുശേഷം ഇയാളെ പിരിച്ചുവിട്ടു. ഇയാൾക്ക് ജോലിയില്ല, പോയി. അതിനുശേഷം ആ പിരിച്ചുവിട്ടതിനെ സംബന്ധിച്ച് ഇവിടെ വന്ന് ചോദ്യം ചെയ്ത് അവിടെ വിജയകുമാറിന്റെ ഭാര്യയെ ചീത്തയും തെറിയും വിളിച്ച് അവിടെ ഒരു ചെറിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കി. വിജയകുമാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇയാളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. 52 ദിവസം ഇയാൾ ജയിലിൽ കിടന്നു. അപ്പം വീട്ടിൽ വന്ന് ആ കാര്യം ചോദിച്ചതിന് അയാൾക്ക് 52 ദിവസം ജയിലിൽ കിടന്നപ്പം നല്ല മോട്ടീവ് കൊണ്ട് അയാൾ തന്നെ ആകാം കൊന്നത് എന്ന് നമുക്ക് തോന്നാം. കാരണം ആ വീട്ടിലെ 2 പട്ടിയുണ്ട്. 2 പട്ടിക്കിപ്പം ആ ഫുഡിനകത്ത് വിഷം ചേർത്ത് കൊടുത്ത് രണ്ടും അവശ്യ നിലയിൽ കിടക്കുകയാണ്. വെള്ളം പോലും കൊടുത്തിട്ട് കുടിക്കുന്നില്ല. അപ്പം ആ വീട്ടിലെ പട്ടിയെ 2നെയും അത് ഭക്ഷ്യവിഷബാധയേറ്റ് ഇപ്പം കിടക്കുകയാണ്. അതിനകത്ത് 2 ചോദ്യമാണ് ഉള്ളത്. ഒന്ന്, ആ ഭക്ഷ്യവിഷബാധയുള്ള ആ പട്ടിയെ അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളാകാം. ആ വീട്ടിനകത്ത് പഴയ ജോലിക്കാരന് അതിന് ഫുഡ് കൊടുത്തോണ്ടിരുന്ന ആ ആസാംകാരൻ കയറിയ പട്ടി കുരയ്ക്കണമെന്ന് നിർബന്ധമില്ല. കുരയ്ക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ പട്ടി കുരയ്ക്കും എന്ന് കരുതിയ ആൾക്കാരായിരിക്കും അതിന് വിഷാംശം കലർന്ന ഫുഡ് കൊടുത്ത് അതിനെ കൊല്ലാൻ ശ്രമിച്ചത്. അത് സൈലന്റ് ആയിട്ട് വീട്ടിലിരുന്നു. ഇപ്പൊ വരുന്നൊരു വാർത്ത, ആ വീടിന്റെ മുൻവശത്ത് ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു, 80. അയാൾക്ക് നല്ല പ്രായമുണ്ട്, ഒന്നും കേൾക്കാനും. പക്ഷെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി അത്രയും പ്രായമുള്ള ഒരു ഇന്ത്യക്കാരൻ അവിടെ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിപ്പോഴാണ് വാർത്ത വരുന്നത്. അങ്ങനെ ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. രാവിലെ 8:15 ആ വീട്ടിലെ ജോലിക്കാരി വന്നപ്പോഴാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് നാട്ടുകാർ വന്നപ്പോഴാണ് ആ സെക്യൂരിറ്റിക്കാരൻ അറിയുന്നതെന്ന് വാർത്ത വരുന്നുണ്ട്. ആ വീടിനകത്ത് CCTV ക്യാമറ വെച്ചിരിക്കുന്നതിന്റെ ഇത് ദൃശ്യങ്ങൾ ചിലപ്പോൾ അവരുടെ മൊബൈൽ ഫോണിൽ കിട്ടുമായിരിക്കാം. അവരുടെ 3 മൊബൈൽ ഫോണ് ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ 3ഉം ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. 3 മൊബൈൽ ഫോണിൽ 4 സിം കാർഡ് ഉണ്ട്. അപ്പൊ അതേപ്പറ്റി നല്ല ബോധമുള്ള ആളാണ്. അവിടുത്തെ വീട്ടിനകത്തുണ്ടായിരുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിങ് അത് കൊണ്ടുപോയിട്ടുണ്ട്. മൊബൈൽ ഫോൺ 3 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ വീഡിയോ റെക്കോർഡിങ് മൊബൈലിൽ കൂടെ കിട്ടുന്നതായിരിക്കാം, അതുകൊണ്ടായിരിക്കും അത് പോയിരിക്കുന്നത്. അതിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ആ വീട്ടിനകത്ത് പിൻവശത്തുള്ള കോടാലി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കോടാലി കൂടാതെ ഒരു അമ്മിക്കല്ല് കൊണ്ടുവന്ന് വീടിന് മുൻവശത്ത് സ്പെയർ ആയിട്ട് വെച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. വാതിൽ ഇടിച്ച് തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. മറ്റൊരു കാര്യം, ആ വീടിനകത്ത് 2 പേരും മരിച്ചു കിടക്കുന്ന ഫ്ലോറിൽ വയലൻസ് വല്ലതും നടന്നോ, പിടിവലി നടന്നോ, അവിടെ 2 പേരും
ഈ വീട്ടുകാർ രണ്ടുപേരുടെ അല്ലാതെ വേറെ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് ഉണ്ടോ, അവിടെ നേരത്തെ നിന്ന ആ ജോലിക്കാരൻ്റെ ആസാംകാരൻ്റെ ഫിംഗർ പ്രിന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അവർ 3 പേരല്ലാതെ വേറെ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് ഉണ്ടോ? കാരണം അതൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കോടാലി ഇരുന്ന ഭാഗത്ത് തീർച്ചയായിട്ടും ഫിംഗർ പ്രിന്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് പോളിഷ് സർഫസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത്, കാരണം സ്ട്രേഞ്ചേഴ്സിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് വളരെ വേറെ ചില എവിഡൻസുകൾ നമുക്ക് മാറി ചിന്തിക്കാൻ തോന്നും. മറ്റത്, ആ വീടിന്റെ മുൻവശത്തെ തിണ്ണയിലോ എവിടെ കിടന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ഇട്ടതാണോ, അതോ ആസാംകാരൻ പോയി ഒരെണ്ണം അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് എടുത്തതാകാം. അത് ഈ വീടിന്റെ മുൻവശത്ത് കിടക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അത് മിസ്ലീഡ് ചെയ്യാനും ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൊല്ലാൻ നടക്കുന്ന ഒരാൾ അതൊക്കെ സ്പോട്ടിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. ആ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിങ് കൊണ്ടുപോയി, മൊബൈൽ ഫോൺ കൊണ്ടുപോയി ആളിലേക്ക് ഇൻഡിക്കേഷൻ വരുന്ന ഒരു സാധനം അവിടെ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം മർഡർ ചെയ്തയാളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൊബൈൽ ഫോണും DVR എല്ലാം കൊണ്ടുപോയത്. അതിൻ്റെ അർത്ഥം ഇയാളെ ലഭിച്ചാൽ തന്നെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുറ്റം സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും CBIയിലെ ഇൻസ്പെക്ടറും DYSP ഒക്കെ അവിടെ വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നു. എവിടെയാണ് ഇയാളോടൊരു വൈരാഗ്യം? കാരണം സൗമ്യനായ വ്യക്തിയാണെന്നൊക്കെ അവിടുത്തെ മുൻ കൗൺസിലറൊക്കെ പറയുന്നുണ്ടെങ്കിലും എവിടെ ഒരു വൈരാഗ്യം ഇയാളോട് വരാനുള്ള കാരണം എന്ത്, മോട്ടീവ് എന്ത്? മകൻ മരിച്ചിരിക്കുന്ന ദുരൂഹ സാഹചര്യത്തിൽ വലിയ പണക്കാരനാണ് ഇയാൾ. നേരത്തെ നിർമ്മല ഹോസ്പിറ്റൽ വാങ്ങിച്ചു, അത് പൊളിച്ചു പണിതു. കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്നൊരു കല്യാണ മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും സൈലന്റ് ആയിട്ട് ഇദ്ദേഹത്തിന് വൈരാഗ്യങ്ങളുണ്ടോ? ആ ഭാഗം തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കണം. അസാംകാരനെ കിട്ടിയ തന്നെ അയാൾ ഡിനേ ചെയ്താൽ എന്ത് ചെയ്യും? ജിഷ കേസിനകത്ത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഡിനേ ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദുരൂഹമായ, ഇത്ര ക്രൂരമായ ഈ കൊലപാതകം ചെയ്ത യഥാർത്ഥ വ്യക്തിയെ കിട്ടണം. ആ മരണപ്പെട്ട രണ്ടുപേരുടെയും ഏകമകൻ, ഓമനപുത്രൻ മരിച്ച സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. ഹൈക്കോടതിയിലെ ഏറ്റവും നല്ല മുതിർന്ന ഒരു ജഡ്ജായ ജസ്റ്റിസ് കൗസർ എടപ്പാളത്തിൻ്റെ നിഗമനത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം അദ്ദേഹം വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്, ക്രിമിനൽ ലോയും. അത് തന്നെയല്ല, ഇതുപോലുള്ള ധാരാളം കേസുകളിൽ അദ്ദേഹം കൃത്യമായ ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ തഴയാൻ കഴിയില്ല. കാരണം ഫെയ്റ്റൽ ഊണ്ട് 2 ഉള്ള ആൾക്ക് അവിടെ വരെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് അത് CBIക്ക് കൊടുത്തത്. അത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന നമ്മുടെ അസിഫ് അലി, അദ്ദേഹത്തിൻ്റെ വാദഗതി അങ്ങനെയായിരിക്കാം. കോടതി അതേപടി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ദുരൂഹമായ കേസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പോലീസ് വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. കാരണം എടുത്തുചാടി ഒരു നിഗമനത്തിലോട്ട് പോകരുത്. ധാരാളം ജോലികൾ അവിടെ ചെയ്യാനുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്, ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി പോസ്റ്റ്മോർട്ടം നടത്തണം. പോസ്റ്റ്മോർട്ടത്തിൽ തീർച്ചയായിട്ടും അവരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെമൻ എന്തെങ്കിലും കാണും, അത് പ്രിസർവ് ചെയ്തേണ്ടിയിരിക്കുന്നു. അതിനകത്തുനിന്ന് പ്രതിയിൽ നിന്ന് സംശയിക്കുന്ന ഒരാളുടെ DNA നമുക്ക് ലഭിക്കും. സംശയിക്കുന്ന ആളെ തീർച്ചയായിട്ടും DNA വെച്ച് നമുക്ക് ഒരു കൺക്ലൂസീവ് പ്രൂഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ നായികൾ 2 പേരും അത് അവശനിലയിൽ കിടക്കുകയാണ്. അതിലേതെങ്കിലും ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിൻ്റെ ഉള്ളിലുള്ള വിസറയിലെ ആ പോയിസണസ് ഫുഡ് സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെവിടെ കിട്ടുമെന്ന് നമുക്കറിയാം. അത് എന്ത് സാധനമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയല്ല, ആ വീടിൻ്റെ അവിടെ ജനലിൻ്റെ അവിടെ തുളയുണ്ടാക്കിയത് ഒരു ട്രില്ലർ വെച്ചിട്ടാണെന്ന് പറയുന്നു. ട്രില്ലർ ഇട്ട് നമ്മൾ അവിടെ തുളയ്ക്കുമ്പോൾ ശബ്ദം അകത്ത് കേൾക്കും. സ്വാഭാവികമായിട്ട് വീടിനകത്തുള്ള
താഴത്തെ ഫ്ലോറിൽ തന്നെയുള്ള വിജയകുമാർ ഇറങ്ങി വരാം. ആ സമയത്ത് അദ്ദേഹം വാതിൽ തുറക്കാം. പഴയ ജോലിക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും തുറക്കാം. അവനെ തെറിയും ചീത്തയും വിളിക്കും എന്ന് ഉള്ള അല്ലാതെ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ വാല് തുറന്നോ, പിന്നീട് അതിന് ശേഷമാണോ വാതിലടച്ചത്? എന്തുകൊണ്ട് അദ്ദേഹം നഗ്നനായി? എന്തുകൊണ്ട് ഭാര്യ നഗ്നയായി? ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ കൃത്യമായ അനലൈസോട് കൂടി കൃത്യമായി അതിൻ്റെ എവിഡൻസ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം പോലീസ് ഒരു ഫൈനൽ റിപ്പോർട്ടിലോട്ട് എത്താൻ. എന്താണ് സംഭവിച്ചത്, ആരാണ് അതിൻ്റെ കൾപ്രിറ്റ്, നേരത്തെ അവിടെ ജോലിക്കുന്നവനാണോ അതിൻ്റെ കൾപ്രിറ്റ് എന്നുള്ള കാര്യവും കൂടെ അത് വ്യക്തത വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പർശിച്ച് ഒരു അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.